ഞങ്ങൾ 1978 ബാച്ച് പന്തീരങ്കാവ് ഹൈസ്കൂളിൽ SSLCക്ക് പഠിച്ചിട്ടുള്ള ആളുകളാണ്. 47 വർഷം, 48ാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങളൊരു 3 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ അക്കാലത്ത് പഠിച്ചു പോയിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ചങ്ങാതിക്കൂട്ടം എന്ന പേരിലൊരു ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് നിരന്തരമായി ഞങ്ങൾ ആ 3 വർഷക്കാലം കൊണ്ട് വാർഷികാഘോഷങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു 210ഓളം ആളുകൾ ഇതിനകത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിന് മേലെ കുറച്ച് ആളുകൾ കൂടെ ഇന്ത്യക്കകത്ത് ആഡ് ചെയ്യാനുണ്ട്. അവരെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഫോൺ നമ്പറുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുള്ള ആളുകളാണ്. അവരെല്ലാവരും കൂടി പരമാവധി ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ഇത് പ്രായമായി വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് സാന്ത്വനമാവാനും അവർക്ക് സന്തോഷം പകരുന്ന എന്തെങ്കിലും എലമെന്റുകളുമായിട്ട് കൂട്ടിച്ചേർത്താനും അതിനൊരു വിപുലമായ രീതിയിൽ ഉള്ള മറ്റു മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളെയൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് ഇതിനകത്തുള്ള ആളുകൾക്ക് മാനസിക സന്തോഷത്തോടു കൂടി പോകുവാൻ, ജീവിച്ചു പോകുവാൻ എന്തെല്ലാം ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ അതിനെക്കുറിച്ചൊക്കെ വളരെ സമഗ്രമായി ആലോചിച്ചുകൊണ്ടും പടിപടിയായി നമ്മൾ ഓരോ സന്തോഷകരമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് ആളുകളൊക്കെ ഇതിനടക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു ആദ്യകാലത്തിൽ. ഇപ്പൊ അവരുടെയൊക്കെ വിവാഹ ചടങ്ങുകളിലും അവരുടെ മക്കളെ വിവാഹ ചടങ്ങുകളിലൊക്കെ ഇപ്പം ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ തുടങ്ങി. അപ്പം വലിയൊരു പാരിസ്ഥിതിക ബന്ധം സൃഷ്ടിക്കാൻ ഈ സംഘടന, ഈ ഓർഗനൈസേഷൻ രൂപീകരിച്ചതിന് ശേഷം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാനസിക സംഘർഷങ്ങളും വലിയ രീതിയിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. പല തട്ടുകളിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അഭിഭാഷകരുണ്ട്, അധ്യാപകരുണ്ട്, അതുകൂടാതെ സാധാരണ പ്രവർത്തനം നടക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, കരാറുകാരുണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള വിവിധ തട്ടുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ ഊർജ്ജം സ്വീകരിച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയൊക്കെ വലിയ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അവരുടെയൊക്കെ സഹായം ഉണ്ടായാൽ പലർക്കും അതൊരു സാന്ത്വനമാവും, പലർക്കും അതൊരു ഉപകാരമാവും. അതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന് ഭാവിയിൽ എന്ത് എന്നുള്ളതല്ല, ഭാവിയിൽ ഈ കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ ഭാഗമായി അനുഭവിക്കുന്ന അനുഭൂതികളുണ്ടാവും. ആ അനുഭൂതികളൊക്കെ ഞങ്ങളുടെ ഇതുകൂടി ആക്കി മാറ്റാൻ എല്ലാവരുടെയും ശ്രമം ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. അത് വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുപോകുന്നത്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഇനി ഭാവിയിൽ ഇത് വലിയ ഉയർച്ചയിലെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉയർച്ച എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂട്ടായ്മ, മാനസിക സന്തോഷം, അവരുടെ ഈ ശിഷ്ടകാലത്തിന്റെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൊയ്ത് കൂട്ടിവായോ